ഹായ്, നമസ്കാരം. രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാനുണ്ട്. ഒന്ന്, ആർ ശ്രീലേഖ മാഡത്തിന്റെ ചില പ്രതികരണങ്ങൾ. അവരൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറുണ്ടിട്ട് പോലീസിനെ തന്നെ കുറ്റം പറയുന്നത് നാളെ BJPക്കും ഇതേ അവസ്ഥയുണ്ടാവും. നമ്മൾക്ക് അന്നം തന്നവർ, നമ്മളെ സഹായിച്ചവർ ആര് തന്നെയാണെങ്കിലും അവരെന്ന് നമുക്ക് ദൈവതുല്യരായിട്ട് കാണണം എന്നുള്ളൊരു ധർമ്മബോധം നമുക്കുണ്ടാവണം. പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ എല്ലാവരെയും മോശമായിട്ട് കാണുന്ന ആ ഒരു രീതി ശരിയല്ല. പ്രത്യേകിച്ച് അവിടെ നടന്നത് ഇപ്പോഴത്തെ കേരള പോലീസിന്റെ രീതി. ഞാൻ ഈ അടുത്ത കുറേ ദിവസങ്ങൾ ഞാൻ കേരളത്തിൽ വന്നു പോയിട്ടുള്ള ആളാണ്. പോലീസിനോട് വളരെയധികം മാനസികമായിട്ട് അകൽച്ച ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 4 തവണ എന്നെ പിടിച്ച് പോലീസ് അകത്തിട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർ ചോദിക്കും, ഹിന്ദുവിന് വേണ്ടി എന്ത് തേങ്ങ ചെയ്തിട്ടാണ്? ഹിന്ദുവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്തുമാത്രം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. എത്ര സമരങ്ങൾ, ഒറ്റയാൾ സമരം തൊട്ട് കൂട്ടായിട്ടുള്ള സമരം, അല്ലാത്ത തന്നെ പല പ്രതികരണങ്ങൾ. പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരളത്തിലെ ഹിന്ദു സംഘടനകളിലെ ആൾക്കാർ ചെയ്യുന്ന ഒരു ചതി, അത് നിങ്ങളോടൊന്ന് മനസ്സിലാക്കണം. ഇവർ ഓരോ പോസ്റ്റ് ഇടാൻ പറയും, ഓരോ പ്രതികരണം നടത്താൻ പറയും. ഈ താഴോട്ടുള്ള ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് കൊണ്ട് ചാടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞ് കുരങ്ങനെ കൊണ്ട് ചോര് കോരിപ്പിക്കുന്ന വിധത്തിൽ ഇപ്പൊ തന്നെ ആ പോർക്കിന്റെ കേസിൽ റംസാന് പോർക്കിന്റെ ഇത് വെച്ചിട്ട് വിളമ്പിയതിന്റെ പേരിൽ എത്ര പേർക്ക് ഇവർ പോസ്റ്റ് ഇട്ട് കൊടുത്തു, എത്ര പേർക്കെതിരെ കേസാക്കിയിട്ടുണ്ടെന്നറിയും. അതുപോലെ ഓരോ രീതികളും. ഞാനൊക്കെ പല ഫേസുകളും ഞാൻ കടന്നു പോയതാണ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ തോക്കെടുക്കുന്നത് പോലും അന്ന് ഗോപാൽജി എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ്. അന്ന് അത്രയും പ്രശ്നം. ഹിന്ദുക്കളുടെ എല്ലാ വീടുകളും അടിച്ച് തകർത്ത്, സന്യാസികളെ തകർത്ത്, മുടി മുറിച്ചു, ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ ഈ പറയുന്ന സംഘപരിവാറിന്റെ കുറെ ബാലും ചകളയായിട്ടൊക്കെ നടക്കുന്നവർ ഒറ്റയെണ്ണം പോലും പുറത്തുനിന്നില്ല. പക്ഷെ ഒരു യഥാർത്ഥ സ്വയം സേവകന്റെ ധർമ്മബോധം നമ്മളിലുള്ളതുകൊണ്ട് നമുക്ക് പ്രതികരിക്കേണ്ടി വന്നു. അത് ഗംഭീരമായിട്ടത് അവസാനിക്കുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ BJPയുടെ പേര് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഇത്, ഈ ശ്രീലേഖയെ പോലുള്ള ആൾക്കാർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാക്കാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം, പോലീസിൽ നിന്നും കിട്ടുന്ന പെൻഷൻ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇനി അടുത്തത്, അവിടെ MLA ആവുമെന്ന് കരുതിയിട്ടാണ് ഈ ബഹളമെല്ലാം കാണിക്കുന്നത്. ഇപ്പൊ അവിടെ വട്ടിയൂർക്കാവിൽ തോറ്റുകഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ, റിയാക്ഷൻ, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഇനി അടുത്ത കേരളം കാണണ്ടേ? എന്തായിരിക്കും അപ്പോൾ ഈ ആത്മാർത്ഥത BJPയോട് പിന്നെ ഉണ്ടാവുമോ? അപ്പൊ ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ എനിക്ക് പൊതുജനങ്ങളോട് പറയേണ്ട കാര്യം. പോലീസുകാര്, ഞാൻ നേരത്തെ വിട്ടുപോയത് പറഞ്ഞു വന്നപ്പോൾ, പോലീസ് വളരെ റിഫൈൻഡ് ആണ് ഇപ്പോൾ. മാത്രമല്ല, പോലീസ് പണ്ടത്തെ പോലെ ഒരുതരം ഫിൽത്തി ഒരു കൾച്ചറില്ലാതെ പെരുമാറുന്ന രീതി ഒന്നുമല്ല പോലീസിന്. കൂടുതൽ ഒരു സയന്റിഫിക് ആയിട്ടും ഒരു ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടാണ് എല്ലാം പെരുമാറുന്നതും ഒക്കെയാണ്. പിന്നെ പോലീസിന് അവരുടേതായ ഫ്രസ്ട്രേഷൻസും ബുദ്ധിമുട്ടുകളും എല്ലാം അവർക്കുള്ളതാണ്. അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ദിവസം തള്ളി നീക്കുന്നത്. അവരുടെ ഫാമിലി എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. അവരുടെ പ്രഷർ അത്രയും വലുതാണ്. അപ്പൊ അവരോട് മാന്യമായിട്ട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കേരളത്തിൽ നല്ല കോടതികളുണ്ട്, അവിടെ സമീപിക്കുക. പോലീസ് എന്റെ അറിവിൽ ഇപ്പം പഴയതുപോലെ ഒരു സ്വഭാവം, ഒരു നെഗറ്റീവായിട്ടും പോലീസിൽ കാണുന്നില്ല. പിന്നെ കാണുമായിരിക്കും, മനുഷ്യരാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളുടെ കുറെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും എന്നല്ലാതെ ഒരുപാട് മാറ്റം വന്നു. അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പോലീസിനോട് പൊക്കുത്തരം കാണിച്ചാൽ അവർ കൂമ്പിലിട്ടിടിക്കും. ഇടിച്ചില്ലെങ്കിലും മലയാളിയെ ഇടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം പ്രത്യേകിച്ച് ഈ ചാണകസംഖ്യകൾ എന്ന് പറഞ്ഞ ആടി ഏറെന്ന് മേടിക്കും എവിടെ നിന്നാണെങ്കിലും. പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മതപഠനശാലയിൽ ചവിട്ടിക്കിടന്നു തോന്നി. ക്രിമിനൽസിന് അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അവർ മതത്തിനെ കൂട്ടുപിടിക്കുന്നത് ശരിയല്ല. അമ്പലം പ്രാർത്ഥിക്കാനുള്ളതാണ്, ധ്യാനിക്കാനുള്ളതാണ്, ജപിക്കാനുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല. അവിടെ ഒരു മുന്തും തള്ളുമായിട്ട് അവിടെ കയറി ചെന്ന് അവിടെ മുറിക്കാത്ത അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടുകളിൽ ഇത്തരം പരിപാടികൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമല്ല. അതാദ്യം മനസ്സിലാക്കും. അതിന് പാർട്ടി ഓഫീസുണ്ട്. പാർട്ടി ഓഫീസിൽ പോലീസ് വന്ന് ചവിട്ടി തുറന്ന് കയറിയിട്ടില്ലല്ലോ.
അമ്പലം എന്ന് പറയുന്ന ആ ഒരു സെന്റിമെന്റൽ സാധനം വെച്ചിട്ട് ഉള്ള BJPയുടെ കളി നിർത്തിക്കൊള്ളണം. സീരിയസ് ആയിട്ട് പറയാം. പിന്നെ അതുപോലെ 90-കളിൽ 92, 95 ആ സമയങ്ങളോടുകൂടി RSSന്റെയൊക്കെ ആ ഒരു ശൗര്യം, വീര്യം, ആ ധർമ്മബോധം, ആ പവറൊക്കെ എല്ലാം കുറഞ്ഞു. ടു ബി ഫ്രങ്ക്, ഞാനൊരു സ്വയംസേവനായതുകൊണ്ട് പറയാം. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അടി കൊടുക്കുന്നതും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ നമ്മുടെയൊക്കെ കുറെ ഇന്നത്തെ ആൾക്കാര് വളരെ ചെറിയ ആൾക്കാരൊക്കെയാണ് അതിനകത്ത് വന്ന് നിൽക്കുന്നത്. അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇന്ന് പഴയതുപോലെ ശാഖകളില്ല, നമ്മുടെ ഐഡിയോളജീനെ പ്രചരിപ്പിക്കുന്ന രീതികളില്ല. ഇന്ന് കൂടുതലും ഫേസ്ബുക്കിൽ കിടന്ന് ആൾക്കാരെ തെറി വിളിക്കുക, ആൾക്കാരെ മോശം പറയുക. ഒരു RSSകാരന്റെ ഒരു ക്വാളിറ്റിയും ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ BJPയിൽ കയറിയിരിക്കുന്ന സംഘികൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. RSS ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു നല്ല ആശയങ്ങളും നല്ല ക്യാരക്ടറും നല്ല ഇതും വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരിതാണ്. അത് നമുക്ക് അതിലെ സംഘത്തിൽ പോയി പ്രവർത്തിക്കുമ്പോഴേ അറിയുള്ളൂ. എന്നാൽ സംഘത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ വ്യഭിചാരം, അതുപോലെ തന്നെ സ്വർഗ രതി പ്രിയന്മാരോ കുറെ പേരുണ്ട്. പല തെമ്മാടിത്തരങ്ങളും പല കേസുകളും. ഇപ്പം ഇന്നലെ എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. RSSകാരനാന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്നും ഒരുത്തൻ ഒരു പെണ്ണിനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയാം. രണ്ട് കുട്ടികളുള്ള ഒരു സ്ത്രീയാണ്. RSS ആണെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടുപോയി. എന്നിട്ട് അവള് തിരിച്ച് എങ്ങനെ ഭർത്താവ് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു RSS ആണെന്ന് പറഞ്ഞ് അവനെ വരട്ടുക ഭർത്താവിനെ. ഞാനപ്പോ തന്നെ ഇതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയുന്നത് എന്താണ്, അവൻ RSSകാരനല്ല, RSS എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ തന്നെ എന്റെ പിള്ളേരെ അവിടെ ഞാൻ അറിയിച്ചു. തൃശ്ശൂരിൽ അവർ പോയി അന്വേഷിച്ചു നോക്കിയപ്പോ ആളൂർ എന്ന് പറയുന്ന സ്ഥലത്തോ എവിടെയാ. അപ്പൊ ഈ RSSന്റെ പേര് പറഞ്ഞ് ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവന്മാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചാണകങ്ങൾ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ അവിടെ പറയാണ്, അവിടുത്തെ CPM പാർട്ടിക്കാരും കോൺഗ്രസ് പാർട്ടിക്കാരും മറ്റുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും ഞാൻ പറയാണ്, യഥാർത്ഥ RSSന്റെ പേരിൽ ഒരൊറ്റ പിള്ളേർ അവിടെ വൃത്തികേടുകൾ കാണിക്കില്ല. അവരുടെ ക്യാരക്ടറും സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ RSS എന്ന് പറഞ്ഞ് ഈ ആൾക്കാരുടെ ഫേസ്ബുക്കിൽ കിടന്ന് തെറി വിളിക്കുന്നവർ, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ, ഇവരെയൊക്കെ നിങ്ങൾ കയറിയ നല്ല പോലെ മേഞ്ഞോളണം. ബാക്കി എന്ത് ഞാൻ നോക്കിക്കോളും. ഇത് ഭദ്രാനന്ദന്റെ വാക്കാണ്. RSSന്റെയും BJPയുടെയും പേര് പറഞ്ഞ് സമൂഹത്തിൽ ശല്യമുണ്ടാക്കുന്ന എല്ലാ നാറികളെയും നല്ല വൃത്തിയഭൂഷിക്കൊള്ളണം. ഞാൻ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഇരുമ്പ് ദണ്ടെടുക്കരുത്, അതുപോലെ തന്നെ വെപ്പൺസ് യൂസ് ചെയ്യരുത്, വാള്, തോക്ക്, അങ്ങനത്തെ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട്, സ്റ്റേഷൻ ജാമ്യമേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരു 147-48ഓളം വക്കീലന്മാർ എനിക്ക് തന്നെ കേരളത്തിലുണ്ട്. ഒരു ജില്ലയിൽ 10 വക്കീലിന് കുറയാതെ ഉണ്ട്. അവര് നിങ്ങളെ കാര്യം നോക്കിക്കോളൂ. കോടതിയിൽ ചെല്ലുമ്പോൾ പറയണം, സ്വാമി ഭദ്രാനന്ദ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന സാമൂഹ്യ ശല്യങ്ങളായിട്ടുള്ള ആൾക്കാരെ മാതൃകാപരമായിട്ട് 2 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ചെയ്തത് എന്ന് എല്ലാ കോടതിയോടും തൊഴുതിട്ട് പറയുക. കോടതിക്ക് മനസ്സിലാവും. അമ്മാതിരി നോയിസൻസാണ്. പട്ടിശല്യം കൂടിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ എന്ത് ചെയ്യും? പട്ടിയെ പിടിച്ചുകൊണ്ട് വന്ധീകരിക്കും. ഇവർ ഓൾറെഡി വന്ധീകരിച്ചിട്ടിരിക്കുകയാണ്. അതുമാണ് ഈ പ്രശ്നം. ഇവരെ വന്ധീകരിക്കാൻ പറ്റില്ല. കാരണം പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല, ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല. എല്ലാ നേതാക്കന്മാരുടെയും ഫേസ്ബുക്കിൽ കയറി തെറി വിളിക്കുക, എല്ലാ സ്ത്രീകളെയും വിളിച്ച് ശല്യം ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന എല്ലാ ഊളത്തരങ്ങളിലും ഇവന്മാരുണ്ട്. എന്നിട്ട് അവസാനം അലങ്കാരത്തിന് നരേന്ദ്രമോദിയുടെ ചിത്രവും RSSന്റെ കാവി കൊടിയും വെച്ചുകൊണ്ട് കിടക്കുക. ഇപ്പൊ തന്നെ എന്റെ ഫേസ്ബുക്ക് തന്നെ നോക്കൂ. ഇവന്മാർക്ക് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയെങ്കിലും ഉണ്ടോ? ആരെയും എന്തും പറയുക, ആരെപ്പറ്റിയും എന്തും പറയും. അപ്പൊ ഇതൊരു രോഗമാണ്. അപ്പൊ ആ രോഗത്തിന് ഈ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, നല്ല അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ അടിയിൽ തൂറിപ്പോണം. ഞാൻ അങ്ങനെ പറഞ്ഞു, തൂർന്ന വിധത്തിൽ അടിക്കണം അവനൊക്കെ. പിന്നെ അവന്മാരില്ല, അടി നല്ല വൃത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് ഡീസന്റ് ആവും. അങ്ങനെ നിങ്ങൾ അവിടുത്തെ CPMമാരും കോൺഗ്രസുകാരും ഇവന്മാർക്ക് കൊടുക്കുക. ഇത് ഞാൻ നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ ഒരുത്തരും ഈ BJP ഒരുത്തരും വന്ന് നിങ്ങളടുത്ത് ചോദിക്കത്തില്ല.
ചോദിക്കാനുള്ളവന്മാരില്ല. ചോദിക്കണമെങ്കിൽ നമ്മുടെ പിള്ളേർ വരണം. ആരും വരില്ല. ഒറിജിനൽ RSSകാർ ആരും BJPയിൽ ആക്റ്റീവ് അല്ല. 100% ഞാൻ എഴുതി വെച്ചുതരാം. യഥാർത്ഥ സ്വയംസേവകരും യഥാർത്ഥ പ്രചാരകരും RSSൽ ആക്റ്റീവ് അല്ല. RSSൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു റോളും ഇല്ല. അവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. നമ്മളെല്ലാവരും. കാരണം BJP എന്ന് പറയുന്ന ഒരു മഹത് പ്രസ്ഥാനമാണ്. നിങ്ങൾ അതുപോലെ ഈ ചാണകത്തിനെ എന്തും ചെയ്തോളൂ, പക്ഷെ സ്വയംസേവകർ വേറെയാണ്. ഒരു സ്വയംസേവനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇവന്മാരെ നല്ല വൃത്തിയെ കൊടുത്താലും നല്ല വൃത്തിയെ കൊടുക്കണം. ഇവന്മാർ കൊടുത്തില്ലെങ്കിൽ ഈ നാറികൾ ഈ നാട് നശിപ്പിച്ചു കളയും. ഒരു പെണ്ണുങ്ങൾക്ക് പോലും മാനവ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇവന്മാരെ കൊണ്ട്. ഞാൻ എടുത്തു വെച്ചുതരാം ഓരോ സ്ക്രീൻഷോട്ട്സ് ഇവന്മാരുടെ കഴപ്പ്. ഒരുത്തനുണ്ട്, ഒരു വെളുത്ത ഒരു തോല നേതാവ്. അവന് രാത്രി വിളിച്ചിട്ട് അവന് കറുത്ത പെണ്ണുങ്ങളെ വേണമെന്നാണ് അവൻ പറയുന്നത്. കറുത്ത പെണ്ണുങ്ങൾ അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തുമാത്രം കഴപ്പുകളാണെന്നറിയോ അവന്മാർക്ക്. അവിടെ ഇവിടെയൊക്കെ ചെന്ന് മണത്ത് പട്ടിയെ പോലെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് മറ്റുള്ള ആൾക്കാരുടെ മേക്കിട്ടാണ്. ഊളംപാറയിലും കുതിരവട്ടത്തും കൊണ്ടിടാന്ന് പറഞ്ഞ എത്ര സീറ്റ് എന്ന് പറഞ്ഞു കൊണ്ടിടും, എത്രയെന്ന് പറഞ്ഞു കൊണ്ടിടും. ഇതുപോലെ സോഷ്യൽ നോയിസൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതുപോലെ ഒരു നേതാവുണ്ട്, ഇപ്പൊ ശ്രീലേഖ IPSനെ പോലുള്ളവർ കൗൺസിലിങ്സ് കൊടുക്കൂ. ഇത്തരത്തിലുള്ള മാനസിക രോഗികളായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള സൈക്കോസിനെ, ഈ പവേർട്ടഡ് ആയിട്ടുള്ള സൈക്കോസിനെയൊക്കെ ആദ്യം നന്നാക്കി സമൂഹത്തിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഇതാക്കൂ. ആരെയും തെറി വിളിക്കാനല്ല സംഘം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ പാദം നോക്കി പഠിപ്പിക്കാൻ പറഞ്ഞ സംഘം ഇന്ന് വായും തുറന്നു നിൽക്കുക. ഇന്ന് ബലാത്സംഖ്യകളെ കൊണ്ട് നിവൃത്തിയില്ല സ്വയംസേവകരുടെ ഇടയിൽ. സ്വയംസേവർ അന്തം വിട്ടിരിക്കുക. ഇന്ന് ഈ ബലാത്സംഖ്യകളാണ് ഇവിടെ പ്രശ്നം. എല്ലാത്തിനെയും നശിപ്പിക്കുക, എല്ലാരെയും മോശം പറയുക. അതിന് ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ കുറെ ഇത്. പിന്നെ ഈ അടി കൊണ്ട് കിളി പറന്ന് കിടക്കുന്ന ഈ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണം. PP മൂന്തേട്ടനോ മാരാർജിയോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരു പോലീസും ഒരു പ്രവർത്തകനെയും തൊടില്ലായിരുന്നു. കാരണം അത്രയും മാത്രം പോലീസിനും ഒക്കെ അവരോട് ഭയവും ഭക്തിയും ബഹുമാനവും ഉണ്ടായിരുന്നു. ഇന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു മര ഊളയായ ആ അങ്കിൾ ബൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്നിട്ട് അയാൾ എവിടെ പോയിരുന്നു? നിർമ്മല സീതാറാമന്റെ അവിടെ കിറ്റക്സ് സാബുവായിട്ട് പോയിട്ട് അയാളുടെ നികുതിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോയി. അതും കണ്ടാണല്ലോ അല്ലേ ചെന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രവർത്തകർ വിഷമിക്കുമ്പോൾ അയാൾ ഇവിടെ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ വെടിക്കെട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മുടെ പിള്ളേരാണ് ആദ്യം അവിടെ ഹിന്ദു മഹാസഭയുടെ ഓടിയെത്തുന്നത്. അവർ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു. അതുപോലെ സർക്കാർ ഒരു വിട്ടുവീഴ്ചയില്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യും. കേന്ദ്രം എന്ത് ചെയ്യുന്നു? മിനിമം ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. കേന്ദ്രം കൊടുക്കേണ്ടതാണ്. അവിടെ ചെന്ന് ഗോപിയണ്ണം പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പോയി. എന്ത് കൊടുത്തോന്ന് ദൈവത്തിനറിയാം. എന്തായിരുന്നു, ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് ആരെയും മുഷിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നാട്ടുകാരും മറക്കരുത്. ഈ തന്തയില്ലായ്മ കാണിക്കുന്ന ചാണകങ്ങളെ എവിടെ വെച്ച് കിട്ടിയാലും അവരൊക്കെ അഡ്രസ് എല്ലാം മാത്രമല്ല എല്ലാം ലോക്ക്ഡ് പ്രൊഫൈലാണ്. ഇത്ര പേടുത്തൂറികളെന്ന് പറയുന്നത്, ഇത്രയും വലിയ പേടുത്തൂറികൾ പെണ്ണുങ്ങൾ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെക്കുന്നത് മനസ്സിലാക്കാന്ന് വെക്കാം. ഇതെന്ത് കണ്ടിട്ടാണ് ഇവന്മാർ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നത്? ഇവന്മാരാണോ ഈ ഭാരതത്തിന്റെ സംരക്ഷകർ? ചിരിച്ചു പണ്ടാരടങ്ങിപ്പോവും കേട്ടോ ഇവന്മാരുടെ കഥകൾ കേട്ടാൽ. എന്തായിരുന്നാലും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അടി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുറിവുണ്ടാക്കരുത്. കവാല കുറ്റി നോക്കി കൊടുക്കണം. കൂമ്പനിട്ട് 4 എണ്ണം കൊടുക്കണം. ഇനി ഇവന്മാർ ഓരോരുത്തർ നിന്നാലും ഈ ചീഞ്ഞ സ്വഭാവം കാണിക്കരുത്. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ, ബൈ, ജയ് ഹിന്ദ്.